ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ രാവിലത്തെ തിരക്ക് പിടിച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പാലക്ചീര വെച്ചിട്ടുള്ള ദോശയും അതുപോലെ തന്നെ കടലക്കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ കടലക്കറി ഉണ്ടാക്കാനായിട്ട് തലേദിവസം തന്നെ കടല ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴുകി വൃത്തിയാക്കി എടുത്തത് ആ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 7-8 വിസിൽ വരാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിനി ദോശയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ദോശയ്ക്ക് ഉണ്ടാക്കാൻ പാലക്ചീര ഞാൻ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞത് കാണാൻ വലിയ ഭംഗിയില്ല, കാരണം ഒക്കെ ചടപടേന്ന് ചെയ്യായിരുന്നു കേട്ടോ ഒന്ന്. അപ്പോൾ അതിനുശേഷം ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ ജിഞ്ചർ ചെറുതായി അരിഞ്ഞതും പച്ചമുളക് 2 ചെറുതായി അരിഞ്ഞതും ചേർത്ത് അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ ഇത് അയമോദകം കേട്ടോ, വളരെ കുറച്ച് ഒരു നല്ലൊരു മണത്തിന് വേണ്ടി ചേർക്കുന്നതാണ്. ഒക്കെ കൂടി നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട പോലെ അങ്ങനെ വെക്കുക. കാരണം അതിൽ പച്ചക്കറിയിലെയും ചീരലയിലൊക്കെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരാൻ വേണ്ടിയാണ്. അതിനുശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ് കേട്ടോ. ഒരു 1/2 കപ്പോളം കടലമാവ് ചേർക്കുന്നുണ്ട്. അതുപോലെ 1 കപ്പോളം ഇതുണ്ടല്ലോ റവ ഉണ്ടല്ലോ, അത് ചേർക്കുന്നുണ്ട്. അത് ഞാൻ 2 പ്രാവശ്യമായിട്ടോ ചേർക്കുന്നത്. ആദ്യം ചേർത്തിട്ട് ഇളക്കിയിട്ട് രണ്ടാമത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ അപ്പം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുക. ലാസ്റ്റ് ആകുമ്പോൾ ഭയങ്കര പാടായിരിക്കും ഒക്കെ കൂടി മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് ചേർക്കുന്നത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ, ആട്ട. അതും കൂടി അതൊരു 1/4 കപ്പോളം ചേർക്കുന്നുള്ളൂ. അതും ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടി ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഞാൻ ഒറ്റയടിക്ക് ഒഴിക്കുന്നില്ല, കുറേശ്ശായിട്ട് ഒഴിക്കുന്നത്. അത് ഇങ്ങനെ നമുക്കൊന്ന് ഇളക്കേണ്ട പരിവാകുമ്പോൾ ഞാൻ അതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കുന്നുണ്ട് കുറച്ച് നേരം. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഒന്ന് സെറ്റാവും. എന്നിട്ട് വേണം നമുക്ക് വീണ്ടും തുറന്നിട്ട് ഇതിൽ വേണമെങ്കിൽ വെള്ളം ചേർത്താൽ മതി. നല്ല കട്ടിക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഉണ്ടാക്കാം. ഞാൻ കുറച്ച് ലൂസാക്കി എടുക്കാനായിട്ട് ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് വേഗം കടലക്കറി ഉണ്ടാക്കാം. കടലക്കറി ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അത് തന്നെയാണ്. ഇതിൽ എക്സ്ട്രാ ചേർക്കുന്നത് പെപ്പർ പൗഡറും ഗരം മസാലയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കുട്ടികൾക്ക് ഒന്ന് വേഗം എനിക്ക് ഉണ്ടാക്കി വിടണം. ഞാൻ 6 മണിക്ക് തുടങ്ങിയതാണ് ഇതൊക്കെ. അവർക്കൊരു 8 മണി ആവാറാകുമ്പോഴാണ് വണ്ടി വരിക. അപ്പോൾ ഇന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് ഇവിടെ ഇല്ല, ഹസ്ബൻഡ് മധുരയ്ക്ക് പോയേക്കാം. ആൾക്കൊരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ. അപ്പോൾ മോളുടെ ഡ്യൂട്ടി ഫുൾ എനിക്കായിരിക്കും. അവളെ എണിപ്പിക്കുക, റെഡിയാക്കുക, പിന്നെ അവർ 2 പേരെയും താഴെ കൊണ്ടുവിടുക, കഴിക്കാൻ കൊടുക്കലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പണിയും കൂടി ഉള്ള കാരണം ഒന്ന് ഒക്കെ ഭയങ്കര തിരക്കിലായി എല്ലാം. അയ്യോ, എനിക്ക് ശ്വാസം വിടാൻ സമയം കിട്ടിയിട്ടുണ്ടായില്ല. കാരണം താഴെ കൊണ്ടുവിടുമ്പോൾ ഞാൻ ഈ നിന്ന കോലത്തിൽ പോയി വിടാൻ പറ്റില്ലല്ലോ, ഡ്രസ്സൊക്കെ മാറണ്ടേ. അതിനിടയിൽ കൂടെ വണ്ടി എവിടെ എത്തിയെന്നൊന്ന് ട്രാക്ക് ചെയ്യണം. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ദോശ നമ്മൾ ഉണ്ടാക്കാൻ കേട്ടോ. ദോശ ഇങ്ങനെ ഉണ്ടാക്കി അത് എന്താ പറയുക, ഇത്തിരി നെയ്യും കൂടി ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. നെയ്യ് ചേർക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യ് ഇങ്ങനെ പുരട്ടുന്നുണ്ട്. അത് നമ്മൾ ഇങ്ങനെ പരത്തി ഇട്ടതിന് ശേഷം അതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അത് മറിച്ചിടുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ എടുത്തിട്ടില്ല അത്. ഇതെന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ. അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം ചേർക്കുന്നത്. പിന്നെ കുട്ടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്കറി കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി, അത് കഴിച്ചിട്ട്. എൻ്റെ കുട്ടികൾക്ക് പിന്നെ ചീരൊന്നും കഴിക്കാനൊന്നും മടിയൊന്നുമില്ല. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ വന്നപ്പോൾ തന്നെ അവരുടെ ടിഫിൻ ബോക്സ് വേഗം പരിശോധിക്കുകയായിരുന്നു ഇത് കഴിച്ചോ എന്നുള്ളത്. അതിനുശേഷം ഞാൻ അതൊക്കെ ടിഫിനിലാക്കിയിട്ട് അതിൻ്റെ കൂടെ തന്നെ വേറെ ടിഫിനിൽ ഇത് വീറ്റ് ബ്രെഡും അതുപോലെ തന്നെ ചോക്ലേറ്റ് സ്പ്രെഡാണ് കേട്ടോ ആക്കിയേക്കുന്നത്. അപ്പോൾ മോനും മോൾക്കും ഞാനിങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കാറ്. ഇത്തിരി ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി, നല്ല രസമുണ്ടാവും. പിന്നെ അവരെ ഞാൻ താഴെ കൊണ്ടൊക്കെ വിട്ട് വന്നിട്ട് പിന്നെ ഞാൻ എന്താ കഴിക്കാൻ നിന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളി കോമ്പിനേഷൻ ആട്ടോ. ഇതിന് വേണമെങ്കിൽ ചമ്മന്തി ആയിട്ട് കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ വെറുതെ ആയാലും കഴിക്കാം. ചമ്മന്തി കൊടുത്തിട്ട് കുട്ടികൾ കഴിക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.